ചില സമ്മാനങ്ങൾ. ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വായനാ ദിനത്തിൽ കേരള കലാമണ്ഡലത്തിന് ചരിത്ര മുഹൂർത്തം. കലാമണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി കലകളുടെ അഭ്യസനം കൂടുതൽ വിദ്യാർത്ഥി സൗഹൃദപരവും ജ്ഞാന കേന്ദ്രീകൃതവുമാക്കുന്നതിനായി ചിട്ടപ്പെടുത്തിയ 42 പാഠപുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം നടന്നു. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ കഥകളിയുടെ കുലപതി പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി ആശാൻ, കലാമണ്ഡലം മുൻ നിള ക്യാമ്പസ് ഡയറക്ടർ കലാമണ്ഡലം MPS നമ്പൂതിരിക്ക് നൽകിയാണ് പുസ്തകങ്ങളുടെ പ്രകാശനം നിർവഹിച്ചത്. ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു മുതൽക്കൂട്ടായിട്ട് മാറി എന്നതിനെ നമുക്ക് അഭിമാനിക്കാം. അതായത് നമ്മുടേതായ ഒരു കലാസ്ഥാപനത്തിൽ പാഠ്യവിഷയത്തിനെ സംബന്ധിച്ച് ഒരു പുസ്തകം ഇറക്കുക എന്നുള്ളത് എന്തുകൊണ്ടും വിലപ്പെട്ട ഒരു കാര്യമാണ്. അത് അങ്ങേറ്റം വിജയിക്കണം എന്ന് തന്നെയാണ് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത്. അതായത് കുട്ടികൾക്ക് ഇതിൻ്റെ അവബോധം ഉണ്ടായിത്തീരണം. അധ്യാപകർക്ക് അതുമാതിരി തന്നെ ഇതിനെ അങ്ങേറ്റം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള അവബോധം ഉണ്ടാവണം. അതിന് അങ്ങേറ്റത്തെ ക്ഷമ വേണം, ശ്രമം വേണം. ഇത് നമുക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ വയ്യാത്ത കാര്യമാണെന്നുള്ളത് നമ്മളുടെ അധ്യാപകരും അതേമാതിരി സ്വീകരിക്കേണ്ടത് ആണ്. ഇതിനു വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും അതിന് ക്ഷമയോടുകൂടി അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു ഉൾബോധം, ഉള്ളിലത്തെ ഒരറിവ് നമ്മുടെ വിദ്യാർത്ഥികൾക്കും ഉണ്ടാവണം എന്നുള്ള അപേക്ഷയാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ ഒരു പുസ്തകത്തിൻ്റെ ഇടപാട് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. ഇപ്പോൾ 2026 ഇപ്പോൾ അങ്ങനെ ഒരു ഇടപാട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. കേരള കലാമണ്ഡലത്തിലെ 8 മുതൽ 10 വരെ ക്ലാസുകളിലേക്കുള്ള പാഠപുസ്തകങ്ങളാണ് ഇത്തരത്തിൽ പുതിയതായി നിർമ്മിച്ചു നൽകിയിരിക്കുന്നത്. പാഠങ്ങളുടെ ക്രമീകരണവും ഘടനയും സഹായകമായ സ്രോതസ്സുകളുമെല്ലാം പൂർണ്ണമായും വിദ്യാർത്ഥി കേന്ദ്രീകൃതമായാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. SCERTയിലെ വിദഗ്ധരുടെ സഹായത്തോടെ കലാമണ്ഡലത്തിലെ അധ്യാപകർ തന്നെയാണ് ഈ പാഠപുസ്തകങ്ങളുടെ രചന നിർവഹിച്ചത്. ഒരു ക്ലാസ്സിലേക്ക് 14 കലാവിഭാഗങ്ങൾ എന്ന ക്രമത്തിൽ 3 ക്ലാസുകളിലേക്ക് ആകെ 42 പുസ്തകങ്ങളാണ് ഇനി മുതൽ വിദ്യാർത്ഥികൾ കളരിയിൽ വായിച്ചു പഠിക്കുക. ചടങ്ങിൽ കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ B. അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പത്മശ്രീ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി, പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി, ചെർപ്പളശ്ശേരി ശിവൻ, കലാമണ്ഡലം ഗോപിനാഥ പ്രഭ, കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, രവീന്ദ്രനാഥൻ വള്ളത്തോൾ, SCERT ഡയറക്ടർ ഡോക്ടർ RK ജയപ്രകാശ്, SCERT റിസർച്ച് ഓഫീസറും നൃത്ത വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ രജിത രവി, പരീക്ഷാ കൺട്രോളർ ഡോക്ടർ ഷിനോജ് PV, കലാമണ്ഡലം ഹരിദാസൻ A, ഡോക്ടർ കലാമണ്ഡലം അരുൺ വാര്യർ, ശ്രീലക്ഷ്മി പ്രദീപ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ P സ്വാഗതവും ഡോക്ടർ റീന BK നന്ദിയും രേഖപ്പെടുത്തി. You are watching VCV News.